സാരി ഉടുത്തിട്ട് വരുമോ? പിന്നെയും ചോദിച്ചുകൊണ്ടവൻ അവളുടെ കാതിൽ ചുണ്ടമർത്തിയപ്പോൾ നിദ്ര ചുമലൊന്ന് വെട്ടിച്ചു പിടിച്ചു. എന്നിട്ടവൾ ധൈര്യത്തോടെ അവൻ്റെ മടിയിൽ തിരിഞ്ഞിരുന്നിട്ട് കണ്ണുകളിലേക്ക് കൂർപ്പിച്ച് നോക്കി. മതിയെന്നേ, പോകാൻ നോക്കിക്കേ. നിദ്ര ചിണുങ്ങി. അവളുടെ കറുത്ത കൺപീലികൾ തിങ്ങിയ കണ്ണുകളും പാതി വിടർന്നവനെ കൊതിപ്പിക്കുന്ന ചുണ്ടുകളും കാണുമ്പോൾ രുദ്രൻ സ്വയം നഷ്ടപ്പെട്ടു പോയി. ഒരിക്കൽ കൂടി ആ ചുണ്ടുകളെ അപ്പാടെ അവൻ കവർന്നതോടെ അവളിൽ നിന്നും ഭ്രമിപ്പിക്കും വിധമൊരു മൂളലുയർന്നു. അതവനിൽ കൂടുതൽ രസമാണ് ഉണർത്തിയത്. അവൻ വീണ്ടും വീണ്ടും അവളുടെ ഈ അധരങ്ങൾ നുണഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ മൃദുലമായ അധരങ്ങളിലെ തേനവൻ എത്ര രുചിച്ചിട്ടും മതിവരാത്തതുപോലെ കീഴ്ചുണ്ടും മേൽചുണ്ടും അവൻ കടിച്ചു നുണഞ്ഞു. അധരങ്ങളിൽ നിന്നും അവളുടെ അധരങ്ങളുടെ ഇടയിലൂടെ അവളുടെ നാവിനെ അവൻ ചുഴറ്റി വലിച്ചു. അവളൊന്ന് ഉയർന്നുപോയി. ഇതുവരെ താൻ അറിയാത്ത ഓരോ മാസ്മരിക ലോകത്തേക്ക് അവളെ അവൻ എത്തിച്ചുകൊണ്ടിരുന്നു. അത്രത്തോളം അതിതീവ്രമായിരുന്നു അവൻ്റെ ചുംബനം. അതുപോലും അവളിൽ താങ്ങാൻ കഴിയാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു. അവളിലെ മൂളലുകൾ അവനെ കൂടുതൽ രസച്ചരടിലേക്ക് എത്തിച്ചു. അവൻ വീണ്ടും വീണ്ടും അവളുടെ ആദരങ്ങളിലെ തേൻ നുകരാൻ കൊതിക്കുന്നത് പോലെ പെട്ടെന്ന് അവൾ അവനെ തള്ളി മാറ്റി. ഇനി എന്നാ പെണ്ണേ? അവൻ മെല്ലെ ചോദിച്ചു. ഇനി അതവൾക്കും അറിയില്ല. ഇനി ചിലപ്പോൾ കണ്ണുമുട്ടൽ നീളുമോ എന്നൊരു ഭയവും. അവൻ്റെ കണ്ണുകൾ ആ പെണ്ണിലാകെ അലഞ്ഞു നടക്കുകയാണ്. സംസാരത്തിനിടയിൽ പോലും അവൻ കുസൃതി ഒപ്പിക്കുന്നുണ്ട്. അവളുടെ മൂക്കിൻ തുപ്പിൽ കടിച്ചും കവിളിൽ അമർത്തി വലിച്ചും വയറിൽ പിച്ചിയുമെല്ലാം. അപ്പോഴേക്കും അവളുടെ കുറുമ്പുള്ള നോട്ടം കാണാൻ അവന് രസം തോന്നി. ചുണ്ടുകൾ കൂർപ്പിച്ചവൾ പിടിക്കുമ്പോൾ ഇരുവിരലുകൾ മാത്രം ഉപയോഗിച്ച് അവൻ ഞെരിച്ചെടുത്തു. അവൻ ആ കിഴിച്ചുണ്ടിൽ അമർത്തിമുത്തും. പൊയ്ക്ക് പെണ്ണെ അകത്തോട്ട്, ഇല്ലെങ്കിലേ എനിക്കെന്നെ പിടിച്ചാൽ കിട്ടില്ല. ഞാനേ മഹാമോശമാ. അവളുടെ കാതിൽ കടിച്ചു പിടിച്ച് സ്വയം അടക്കിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു. അതെനിക്കറിയാം. അമർത്തി ചിരിയോടെ നിദ്ര പറഞ്ഞു. എഴുന്നേൽക്കാൻ തുടങ്ങുകയായിരുന്നു അവളെ. അത് കേട്ടപ്പോൾ രുദ്രൻ അവിടെ തന്നെ പിടിച്ചിരുത്തി. അവളുടെ കണ്ണുകൾ ഉരുണ്ടു. നിനക്കേ എന്താ അറിയാവുന്നേ? കേൾക്കട്ടെ. രുദ്രൻ അവളുടെ അഴിച്ചിട്ട ബട്ടനുകളുടെ ഇടയിലൂടെ വിരൽ കടത്തി വിട്ടുകൊണ്ട് ചോദിച്ചപ്പോൾ അവൾ അതിൽ പിടുത്തമിട്ടു. ഒന്നുമില്ലെന്ന് തലയനക്കിക്കൊണ്ട് നിദ്രയുടെ കണ്ണുകൾ പിടഞ്ഞു. അവളുടെ ആ ഭാവം കാണുക അവന് ചിരി വരുന്നുണ്ടായിരുന്നു. അവൻ മെല്ലെ അവളുടെ സ്ലീവ് മാറ്റി അവളുടെ അമർത്തി മുത്തമിട്ടപ്പോൾ ചുമൽ കൂച്ചി നിദ്ര പിടഞ്ഞു. കൂടുതൽ അവളെ പേടിപ്പിക്കാതെ അവൻ തന്നെ അവളെ കൈകളിൽ കോരിയെടുത്ത് അകത്തേക്ക് കയറി. മെല്ലെ അവൻ അവളെ കിടക്കയിലേക്ക് ചായച്ചു കിടത്തി അവളുടെ നെറ്റിയിൽ അമർത്തി ഉമ്മ വെച്ചു. പോകട്ടെ ഞാൻ? രുദ്രൻ ചോദിച്ചപ്പോൾ അവളൊന്ന് ചിരിയോടെ മൂളി. ഞാൻ പോയിട്ട് ഗ്ലാസ് ഡോർ ലോക്ക് ചെയ്തിട്ടേ ഉറങ്ങാവൂ, കേട്ടല്ലോ. അതിനും നിദ്ര നീട്ടിയൊന്ന് മൂളിയപ്പോൾ അവൻ അവളെ വെറുതെ ഒന്ന് നോക്കി കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞിട്ടിറങ്ങി. അതേസമയം ഗായത്രി ദേവി CCTV പരിശോധിക്കുകയായിരുന്നു. രുദ്രൻ ഏതൊക്കെ ഭാഗങ്ങളിൽ ഫൂട്ടേജ് പതിയാൻ സാധ്യതയുണ്ടെന്ന് കണക്കിലെടുത്തായിരുന്നു കയറിയിരുന്നത്. എന്നിട്ടും അവന് തെറ്റിപ്പോയി. ക്യാമറയിൽ അവൻ പതിക്കുക തന്നെ ചെയ്തു. ആദ്യം ആ സ്കാർഫ് ധരിച്ച മുഖം ആരാണെന്ന് അവരിൽ ശങ്ക ഉയർന്നെങ്കിലും പിന്നീട് അവർ സ്വന്തം മകനെ തന്നെ കണ്ട് ആദ്യമൊന്ന് അമ്പരന്ന് പോയി. പിന്നീട് അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. കള്ളിപ്പെണ്ണ്, ഇതായിരുന്നോ നീ എന്നിൽ നിന്നും ഇത്രയും പേടിച്ചു മറക്കുന്ന രഹസ്യം? ഗായത്രി ദേവി മനസ്സിൽ പറഞ്ഞ് ചിരിച്ചു. രുദ്രൻ ഡയറക്ടർ അലനുമായി ഒരു ഷൂട്ടിംഗ് സെറ്റ് കാണാൻ പോകുകയായിരുന്നു. അവൻ്റെ പുതിയ പടത്തിനുള്ള ലൊക്കേഷൻ ഹണ്ണിലാണവർ. ഒരു പഴയ 4 കെട്ട് മോഡൽ വീട് വേണമെന്ന് പറഞ്ഞതും രുദ്രൻ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു വീട് അവൻ്റെ പരിചയത്തിലുണ്ടെന്ന്. നിദ്രയുടെ വീട് തന്നെയായിരുന്നു അത്. നിന്റെ എക്സ് ഭാര്യയുടെ വീടാണല്ലേ രുദ്ര? അലൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് ചോദിച്ചപ്പോൾ രുദ്രൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. എക്സോ? അവൾ ഇപ്പോഴും എൻ്റെ ഭാര്യ തന്നെയാണ്. നീ എന്താ അങ്ങനെ പറയാൻ കാരണം? രുദ്രൻ്റെ സ്വരം കനത്തു. അലൻ പെട്ടെന്ന് അവനെ ഒന്ന് നോക്കി. അല്ലടാ, അത് പിന്നെ നിങ്ങൾ ഒരുമിച്ചല്ല, സെപ്പറേറ്റ് ആണെന്നൊക്കെ ന്യൂസ് കേട്ടല്ലോ. പിന്നെ ആ സാറയുമായി റിലേഷനിലായിരുന്നല്ലോ വിവാഹത്തിന് ശേഷവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അലന് മനസ്സിൽ നേരിയൊരു ഭയം തോന്നി. ഇടഞ്ഞാൽ മതി മതം പൊട്ടിയ ആനയെപ്പോലെ പെരുമാറുന്നവനാണ് തൻ്റെ കൂടെ ഇരിക്കുന്നത്. സൂക്ഷിച്ചു വേണം ഓരോ വാക്കുകളും പ്രയോഗിക്കാൻ എന്നറിയാഞ്ഞിട്ടല്ല. എങ്കിലും ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യയെ ഒഴിവാക്കാൻ എന്താകും കാരണമെന്നറിയാനുള്ളൊരു ത്വര. എൻ്റെ ജീവനാടാ ആ പെണ്ണ്.
നിദ്ര. രുദ്രൻ തലേന്നത്തെ ഓർമ്മകളിൽ കണ്ണുകളടച്ച് സീറ്റിലേക്ക് പൂർണ്ണമായും ചാരിയിരുന്നു കൊണ്ട് നെഞ്ചിൽ ചെറുതായൊന്ന് മുഷ്ടി ചുരുട്ടി ഇടിച്ചു. അലൻ ചെറുചിരിയോടെ അവനെയൊന്ന് നോക്കി. എടാ, എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. അതിനും കൂടി വേണ്ടിയാ നമ്മൾ ഈ ലൊക്കേഷൻ തന്നെ ലക്ഷ്യമാക്കി പോകുന്നത്. രുദ്രൻ പറഞ്ഞത് കേട്ട് അലൻ അവനെ ഒന്ന് നെറ്റിച്ചുളിച്ച് നോക്കി. നീ പറയടാ, എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യില്ലേ? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ. നൈസായി ഡീൽ ചെയ്തില്ലെങ്കിൽ കൈവിട്ട് പോയേക്കാവുന്ന കാര്യങ്ങളാണ്. അലൻ അവനെ സൂക്ഷിച്ചു നോക്കി. നീ നേരത്തെ പറഞ്ഞതിൽ കുറച്ച് വാസ്തവങ്ങളുണ്ട്. ഞാനും നിദ്രയും പരസ്പരം സ്നേഹത്തിലാണെങ്കിലും ഇപ്പം അകന്ന് ജീവിക്കേണ്ട അവസ്ഥയിലാണ്. അതിനെല്ലാം കാരണക്കാരായവരെ ഒരു വിധത്തിൽ ഞാൻ ഒതുക്കിയിട്ടുണ്ട്. എന്നാലും കിടക്കുന്ന 1-2 പേര് ബാക്കി. എൻ്റെ പെണ്ണിനിട്ട് പണി കൊടുത്തവർക്കെതിരെ ഞാനിതെങ്കിലും ചെയ്യണ്ടേ? അലനെ നോക്കി ഒന്ന് കണ്ണിറുക്കിയിട്ട് രുദ്രൻ തുടർന്നു. അലൻ എപ്പോഴും ഡ്രൈവിങ്ങിനിടയിൽ കൂടെ രുദ്രനെ നോക്കുന്നുണ്ടായിരുന്നു. എന്താണ് രുദ്രൻ പറയാൻ പോകുന്നതെന്നറിയാൻ അവനിൽ ആകാംക്ഷ തിങ്ങി. ഞങ്ങളെ ആദ്യമായി ഹോട്ടലിൽ കണ്ട ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? അതായത് ഹോട്ടൽ ഞങ്ങളെ പൂട്ടിയിട്ട. സത്യത്തിൽ അത് ചെയ്തത് സാറയും ആര്യനും കൂടിയാണ്. ഏത്? നമ്മുടെ ഡയറക്ടർ ആര്യനും പിന്നെ അവളും ചേർന്നോ? അലൻ അക്കാര്യം വിശ്വസിക്കാനായില്ല. അതേടാ, അവർ തന്നെ. രുദ്രൻ ഒരിക്കൽ കൂടി അതൊന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഞാൻ ആ ഹോട്ടൽ വരാൻ കാരണക്കാർ അവരാണെങ്കിൽ നിദ്ര ഹോട്ടൽ വരാൻ കാരണക്കാരി ഒരു സ്ത്രീയാണ്, ഒരു സുലോചന. അവരെ പൂട്ടാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് നീ പറഞ്ഞാൽ മതി, ഞാൻ കൂടെയുണ്ട്. സ്റ്റിയറിങ്ങിൽ നിന്നും വലത്തെ കൈയെടുത്ത് രുദ്രൻ്റെ ഇടം കൈയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അലൻ പറഞ്ഞപ്പോൾ രുദ്രൻ പുഞ്ചിരിച്ചു. ചിലർക്കൊക്കെ കാലം കണക്ക് കൊടുത്തു. സത്യഭാമയെയും മകളെയും പറ്റിയായിരുന്നു രുദ്രൻ ആലോചിച്ചത്. അതുകൊണ്ട് അവരെ പറ്റി തനിക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. അതൊരു കണക്കിന് നന്നായി. പക്ഷേ സുലോചന നിരാലംബരായ പെൺകുട്ടികളെ കാടന്മാരുടെ മുന്നിൽ എറിഞ്ഞു കൊടുത്തിട്ട് തിരശീലയ്ക്ക് പിറകിൽ മറഞ്ഞു നിൽക്കുന്നവൾ, അവരെ പോലുള്ളവൾ കടുത്ത ശിക്ഷ അർഹിക്കുന്നു. സാറ ആൽവിൻ്റെ കൂടെ പോയിരുന്നില്ല. പകരം ആൽവിൻ സാറയുടെ ഫ്ലാറ്റിലേക്ക് ചെന്നു. അവൾ എത്ര പറഞ്ഞിട്ടും അവൻ കേട്ടില്ല. താൻ എന്തിനാണ് ഇങ്ങനെ എൻ്റെ പിറകെ നടക്കുന്നത്? നാടകം പോലൊരു വിവാഹം കഴിഞ്ഞെന്ന് കരുതി ഞാൻ തൻ്റെ ഭാര്യയായി കൂടെ കഴിയുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. അതിനുള്ള വെള്ളമങ്ങ് വാങ്ങി വെച്ചേര്. സദാസമയം തൻ്റെ പിന്നാലെ നടക്കുന്ന ആൽവിനെ നോക്കി രൂക്ഷമായി സാറ ചീറി. ആൽവിൻ അതെല്ലാം ഒരു കുട്ടിക്കളി പോലെയാണ് തോന്നിയിരുന്നത്. സാറയാണെങ്കിൽ ആകെപ്പെട്ട അവസ്ഥയിലായിരുന്നു. ആൽവിനെ ഫ്ലാറ്റിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിവാക്കാമെന്ന് കരുതിയാലും നടക്കുന്നില്ല. പോലീസിനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും പോലീസിനെ വിളിക്കാനാണ് അവൻ പറയുന്നത്. മാരേജ് സർട്ടിഫിക്കറ്റ് അവൻ്റെ കയ്യിലിരിക്കുകയാണ്. ആര് കണ്ടാലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സൗന്ദര്യ പിണക്കുമെന്ന് മാത്രം കരുതും. എല്ലാം കൊണ്ടും ആൽവിൻ അവൻ പിന്നാലെ ഒരു ഒഴിയാബാധ പോലെ പിന്തുടർന്നു. കുറേ നേരമായി ഫിലിപ്പിനെ വിളിക്കാൻ സാറ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഫോൺ വരുമ്പോഴെല്ലാം അയാൾ കട്ട് ചെയ്തുകൊണ്ടിരുന്നു. എല്ലാം കൂടി അവളെ ഒരു ഭ്രാന്തിയാക്കി തീർത്തു. അല്ലെങ്കിൽ തന്നെ ഫോൺ വിളിച്ചാലും പപ്പയെ അവൾക്ക് വല്ലപ്പോഴുമാണ് ലൈനിൽ കിട്ടുക. അധികമൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അയാൾ വയ്ക്കുകയും ചെയ്യും. ഇൻഡസ്ട്രിയിൽ മുഴുവൻ അവരെ പറ്റി കിംവദന്തികൾ ഉണ്ടെങ്കിലും പരസ്യമായി ഫിലിപ്പ് അവളെ മകളായി അംഗീകരിക്കാത്തിടത്തോളം എല്ലാവർക്കും ഒരു സംശയം മാത്രമാണുള്ളത്. ഫിലിപ്പ് പോകുന്നിടത്തെല്ലാം സാറ വാല പോലെ അയാൾ അറിയാതെ എത്തുകയും ചെയ്യും. സാറ ഫിലിപ്പിനോട് മീഡിയയ്ക്ക് മുന്നിൽ അത് തുറന്നു പറയാൻ പറഞ്ഞിട്ടും അയാൾ മടിച്ചു നിൽക്കുകയാണ്. ഒടുവിൽ തുടരെ ഫോൺ വിളിച്ചപ്പോൾ ഫിലിപ്പ് ഒടുവിൽ ഫോൺ എടുത്തു. പപ്പ ഞാനിത് എത്ര നേരമായി വിളിക്കുന്നു, ഇതെന്തോന്ന് ഫോൺ എടുക്കാത്തത്? ഞാൻ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ പെട്ടുപോയിട്ടും പപ്പയ്ക്കൊരു സങ്കടവുമില്ലെന്നാണോ? ഫിലിപ്പ് ഫോൺ എടുത്ത പാടി ഹലോ പോലും പറയാതെ സാറ ചാടിക്കയറി പറയുകയായിരുന്നു. മര്യാദയ്ക്ക് ഫോൺ വെച്ചിട്ട് പൊക്കോളണം. നീ അല്ലെങ്കിലും നിന്റെ തള്ളയുടെ തനിക്കുണമല്ലേ കാണിക്കൂ. ഇതിലും ഭേദം നിനക്കെന്നെ രുദ്രനെ തന്നെ വിവാഹം കഴിക്കുകയല്ലായിരുന്നു നല്ലത്. ഇതിപ്പോൾ നാട് മുഴുവൻ പാട്ടായിരിക്കുന്നത് ഫിലിപ്പിൻ്റെ മകളാണോ എന്ന് സംശയിക്കുന്ന സാറ ഒരു പോൺ ഡയറക്ടറുമായി വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന്. ഇനി നീയും ഞാനുമായി യാതൊരു ബന്ധവുമില്ല. എൻ്റെ പേരും പറഞ്ഞ് നീ എവിടെയും ആളാകാനും നിൽക്കണ്ട. ഫിലിപ്പ് അത്യന്തം വെറുപ്പോടെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഫോൺ വെച്ചിരുന്നു. സാറ സ്തബ്ധയായി കട്ടിലിൽ ഇരുന്നു പോയി.
ആദ്യത്തെ ഗഡു അടച്ച നിദ്ര ആ വീടിനെ ജപ്തിയിൽ നിന്നും രക്ഷിച്ച കാര്യം രുദ്രൻ അറിയാം. നേരത്തെ തന്നെ ശരത്തിനോട് വിളിച്ചു പറഞ്ഞ ആ വീട് ഷൂട്ടിന് വിട്ട് കിട്ടുമോ എന്ന് കൂടെ അന്വേഷിച്ചിരുന്നു. ഷൂട്ടിൻ്റെ ആദ്യത്തെ 1-2 മാസം മാത്രമേ ആ വീട് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ശരത്ത് വേഗം സമ്മതിക്കുകയും ചെയ്തു. അവൻ്റെ വിവാഹമാകുമ്പോഴേക്കും ആ വീടിൽ നിന്നും ഷൂട്ടിൽ നിന്നും കിട്ടുന്ന വരുമാനമാകും വിവാഹമാകുമ്പോഴേക്കും ഷൂട്ടിംഗ് തീരുകയും ചെയ്യും. വീട് കണ്ടപാടെ അലൻ അത് തന്നെ മതിയെന്നായി. വീടും പരിസരവും കുളവുമെല്ലാം അയാൾക്കിഷ്ടമായി. ശരത്തിനോട് പറഞ്ഞ് സുലോചനയുടെ വീട് എവിടെയാണെന്ന് അറിഞ്ഞു വെക്കുകയും ചെയ്തു രുദ്രൻ. 5-6 വീടുകൾക്കപ്പുറമാണ് അവരുടെ വീട്. ആ സംഭവത്തിന് ശേഷം നിദ്രയ്ക്ക് പോലും അവരെ കാണാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് വലിയ സംഭവ വികാസങ്ങളാണല്ലോ അതിനുശേഷം അവളുടെ ജീവിതത്തിലുണ്ടായത്. സത്യഭാമ അതിനനുവദിക്കാത്തതും ഒരു കാരണമാണ്. ഷൂട്ട് തുടങ്ങി 1-2 ദിവസം കഴിഞ്ഞതോടെ അലൻ തന്നെ നേരിട്ട് അവരുടെ വീട്ടിലേക്ക് ഒരു അസിസ്റ്റന്റുമായി ചെന്നു. സുലോചനയുടെ വീടല്ലേ ഇത്? അലൻ പുറത്തുനിന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ നൈറ്റിൽ നനഞ്ഞ കൈകൾ തുടച്ചുകൊണ്ട് ഒരു സ്ത്രീ പുറത്തേക്ക് വന്ന അവരുടെ മുഖത്ത് അതിശയഭാവം. എന്താ സാറന്മാരെ, ഞാൻ തന്നെയാണ് സുലോചന. അവരകത്തേക്ക് വന്നവരെ ക്ഷണിക്കാനോ അതോ പുറത്തിറങ്ങണോ എന്ന് സംശയിച്ചുകൊണ്ട് ഇറയത്ത് തന്നെ നിന്നുപോയി. ഞങ്ങൾ ഇവിടെ അടുത്ത് സത്യഭാമയുടെ വീട്ടിൽ സിനിമാ ഷൂട്ടിന് വന്നവരാണ്. ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നവരാ. അലൻ്റെ അസിസ്റ്റന്റ് പയ്യൻ പറഞ്ഞത് കേട്ട് അവരുടെ മുഖം പ്രകാശിച്ചു. അവർ കമ്പരപ്പായി. സത്യഭാമയുടെ വീട്ടിൽ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷേ അങ്ങോട്ടേക്കൊന്ന് ഇറങ്ങാൻ സമയം കിട്ടിയില്ല. അവരുടെ വീട്ടിൽ ഭർത്താവും ഒരു മകനും മാത്രമാണുള്ളത്. മകൻ തെണ്ടി തിരിഞ്ഞ് കള്ളും കഞ്ചാവുമായി എങ്ങോട്ടോ നടപ്പാണ്. ഭർത്താവും കള്ളും പുറത്തു തന്നെയാണ് പലപ്പോഴും. അകത്തോട്ട് വാസാറേ. അവരാ ഓടിട്ട ചെറിയ വീടിൻ്റെ ഇറയത്തായുള്ള സ്ഥലത്ത് 2 കസേരയിൽ ഇട്ടുകൊടുത്തു. അവരുടെ വിചാരം സുലോചനയെ സിനിമയ്ക്ക് എടുക്കാൻ വന്നവരാണെന്നാണ്. ചായ എടുക്കട്ടെ സാറേ? വേണ്ട വേണ്ട, ചായയൊന്നും വേണ്ട. അത്യാവശ്യമായൊരു കാര്യം തിരക്കാൻ വന്നതാണ്. ഉണ്ടായോന്നറിയണം, ഇല്ലെങ്കിൽ ഉടൻ ഉറങ്ങും. അകത്തേക്ക് വലിയാൻ നിൽക്കുന്ന സുലോചനയെ അലൻ അവനവിടെ പിടിച്ചു നിർത്തി. അലൻ അസിസ്റ്റന്റിനെ ഒന്ന് നോക്കി. അയാളാണ് കാര്യം പറഞ്ഞത്. സംഗതി വളരെ രഹസ്യമാണ്. അയാളെ സ്വരം താഴ്ത്തി പറയുന്നത് കേട്ടപ്പോൾ സുലോചന ചെവിവട്ടം പിടിച്ചു. അവരുടെ പുരികമൊന്ന് വെട്ടിച്ചു വിറച്ചു. ഒരു പെൺകൊച്ചിനെ വേണം. ഏറിയ ഒരു 10-18 വയസ്സ്, അത്ര മതി. പക്ഷേ ഫ്രഷ് ആയിരിക്കണം. ആക്ടർ രുദ്രദേവിനാണ്. അസിസ്റ്റന്റ് പയ്യൻ പറഞ്ഞത് കേട്ട് സുലോചനയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. എങ്കിലും ഇവരിത് എങ്ങനെ അറിഞ്ഞു എന്ന് അവർക്ക് സംശയം തോന്നി. ചിലപ്പോൾ താൻ കൂട്ടിക്കൊടുത്ത ആർക്കെങ്കിലും സിനിമാ മേഖലയുമായി ബന്ധം കാണും. അതുവഴി അറിഞ്ഞതാകുമെന്ന് അവർ സ്വയം കരുതി. ഫ്രഷ് ആണെങ്കിൽ കുറച്ച് പാടാ സാറേ, ഇത്തിരി റേറ്റും കൂടും. സുലോചന മാക്സിമം വിലപേശാൻ തന്നെയായിരുന്നു ഉദ്ദേശം. അലൻ്റെ കണ്ണുകൾ തിളങ്ങി. തങ്ങൾ വിരിച്ച വലയിൽ അവർ വീണെന്ന് അവന് മനസ്സിലായി. ബാക്കി പ്ലാനും പോലെ നടക്കണേ എന്നവൻ മനസ്സിൽ കരുതി. റേറ്റ് എത്രയാണെങ്കിലും കാര്യം നടന്നാൽ മതി ചേച്ചി. രുദ്രനെ ഇഷ്ടപ്പെട്ട ചേച്ചിക്ക് പറഞ്ഞതിലും കൂടുതൽ പണം കിട്ടും. ചിലപ്പോൾ സിനിമയിൽ തന്നെ വലിയ ആളാകാനും പറ്റും. അലനാണത് പറഞ്ഞത്. ആണോ സാറേ? ഞാൻ ഏറ്റു. ഇന്ന് വൈകിട്ടോടെ പെൺകൊച്ച് റെഡി. സത്യം പറഞ്ഞാൽ കുറേ നാൾ മുന്നേ ആയിരുന്നെങ്കിൽ അവിടെ ഒരു കൊച്ചുണ്ടായിനെ. നിദ്ര എന്ന് പറഞ്ഞിട്ട് നല്ല ഫ്രഷായിട്ടായിരുന്നു. കണ്ടെടുക്കില്ല ആരും. സാറന്മാർക്ക് ഭാഗ്യമില്ലാതെയായി പോയി. സുലോചനയുടെ ആവേശം ഉച്ചസ്ഥായിലായി. നിദ്രയുടെ ഭർത്താവായ രുദ്രനാണ് അവിടെ എന്നവർക്കറിയില്ലായിരുന്നു. അത് കേട്ടതും അലൻ്റെ കണ്ണുകൾ ചുരുങ്ങി. രുദ്രൻ ഇവിടെ ഇല്ലാത്തത് എന്തുകൊണ്ടും ഭാഗ്യമായി. ഇല്ലെങ്കിൽ സ്ത്രീയുടെ കാര്യം എപ്പോഴേ അവനൊരു തീരുമാനമാക്കിയേനെ എന്നവൻ ഓർത്തു. എങ്കിൽ പിന്നെ ശരി, ഞങ്ങൾ ഇറങ്ങുകയായി. സുലോചനയോട് യാത്ര പറഞ്ഞ ശേഷം അവരിറങ്ങി. ചെല്ലുമ്പോൾ ഇറയത്ത് അരമതിലിരുന്ന് കാലുമേൽ കീഴ്പോട്ടിട്ട് ഇരിക്കുകയായിരുന്ന രുദ്രൻ്റെ നേർക്ക് തംസപ്പ് കാണിച്ച് രുദ്രൻ അവൻ്റെ നേരെ തിരിച്ചു.